രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നിച്ചു എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. നിച്ചുവിന് ക്യാരറ്റ് ആൽമണ്ട് ഓട്സ് പൗഡർ വെച്ചിട്ടാണ് നിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് മാമ പപ്പ സായിദ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. നിച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യം രാവിലെ തന്നെ അവൾക്ക് കൊടുക്കുന്നത്. ഒരു 9:30 ആകുമ്പോഴേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. 1 മണിക്കൂർ പാൽ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. അപ്പോൾ ആ പൗഡർ ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തു. അതിലേക്ക് 1 കപ്പ് വാട്ടറും ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിലേക്ക് ഹോട്ട് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഒഴിച്ച് നമ്മൾ സാധാ ചൂടാക്കി അതിലേക്ക് ഇത്തിരി പനങ്കൽക്കണ്ട് ഇടും കേട്ടോ. ഇത്തിരി അവൾക്ക് മധുരം കിട്ടാനായിട്ട് വലിയതായിട്ട് ഇടാറില്ല. പനങ്കൽക്കണ്ട് ഇട്ടിട്ട് പിന്നെ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ വാട്ടർ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി ഒഴിച്ചു. നെച്ചു അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആകും. ഇതാണ് പനങ്കൽക്കണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് മെൽറ്റായി പോയിക്കോളും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ പൊടി ഇല്ലെങ്കിൽ ഓട്സും ആൽമണ്ടും ക്യാരറ്റും വെച്ച് നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കുറുകിയെടുക്കണം. എത്രത്തോളം കുറുകി വരുന്നതെന്നുള്ളത് ഓരോ കുട്ടികളെ അനുസരിച്ചിരിക്കും. നിച്ചുവിന് ഇത്തിരി അധികം വാട്ടർ പോലെ ആവാനും പാടില്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. ഒരു മീഡിയം ലെവൽ അവൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇങ്ങനെ ഒന്ന് കുറുക്കി എടുക്കുവാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഗീ ആണ് കേട്ടോ, നെയ്യ്. അത് ഒരു കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നെയ്യൊക്കെ കട്ട പിടിച്ച് പോയി. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. 8 മന്ത്സ് ബേബി അല്ലേ. ആദ്യം നെയ്യ് ഇത്തിരി കൊടുത്ത് നോക്കൂ. അലർജി ഒന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ട് മാത്രം പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഞാൻ നിച്ചുവിന് ആദ്യത്തെ പ്രാവശ്യം ഒരു തുള്ളിയൊക്കെ ഇട്ട് നോക്കിയിട്ടുള്ളൂ. 1 ഡ്രോപ്സ് ഒക്കെ ഇട്ട് നോക്കിയിട്ട്. അപ്പം നിച്ചുവിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അത് കണ്ടിന്യൂസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. ചൂടാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ നിച്ചുവിന് കൊടുക്കാൻ പോവാണ്. ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നെക്സ്റ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നിച്ചുവിന് റാസ്ബെറി ഒരു സ്നാക്സ് പോലെ കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു. അധികമൊന്നും എടുത്തില്ല, ഒരു 5-6 എടുത്തുള്ളൂ. എന്നിട്ട് അതിങ്ങനെ മാഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു അരിപ്പ് വെച്ചൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് കിട്ടി. അതും ആൾ കഴിച്ചു കേട്ടോ. ആളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളത് കഴിച്ചു. അത് കഴിഞ്ഞൊരു 1:30 ആയപ്പോഴേക്കും ചോറും പിന്നെ ക്യാരറ്റും കൂടി മിക്സിയിലിട്ട് ഒന്ന് ചൂടാക്കി, എന്നുവെച്ചാൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് വിസിൽ വരുത്തിയിട്ട് ഒരു 5-6 വിസിൽ വരുത്തി നന്നായിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഡെയിലി ഇതന്നെ ആയിരിക്കില്ല കേട്ടോ ലഞ്ചിൽ ഇപ്പോൾ ചോറും ചെറുപയറും കൊടുക്കാറുണ്ട്, ചോറും പരിപ്പും കൊടുക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ചോറും ക്യാരറ്റാണ് കൊടുത്തത് കേട്ടോ. ഞാനൊരു 5-6 വിസിൽ കഴിഞ്ഞിട്ട് ചൂടാറിക്കഴിഞ്ഞ് മിക്സിയിലിട്ട് അത് അടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്താണ് എടുത്തത്. കാരണം നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചെടുത്തോ. നിച്ചുവിന് അധികം തരികളുണ്ടെങ്കിൽ അവൾ ഇറക്കില്ല, അവൾ വേണ്ട എന്നുള്ളതുപോലെ കാണിക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ അവർ കഴിക്കും. പക്ഷെ നിച്ചുവിന് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആവണം. എന്നാലും മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അവൾ കഴിക്കുള്ളൂ. ഇതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ അതിലേക്ക് ഞാനൊരു നെയ്യ് ആഡ് ചെയ്തു. ഇതൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാകും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് ചെറിയൊരു സ്പൂൺ ബോട്ടിലിലാക്കിയിട്ടാണ് അവൾക്ക് ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കാറും. അതും അവൾ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും കേട്ടോ. ഇത് ഞാൻ കൊടുക്കുന്നൊരു 1:30ക്കാണ് ലഞ്ച് കഴിക്കുന്നത്. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആൾ
ഒരു 2-2:30 ആകുമ്പോഴേക്കും ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ആപ്പിളാണ് കേട്ടോ കൊടുക്കുന്നത്. ആപ്പിൾ സ്റ്റീം ചെയ്ത് നന്നായിട്ട് ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് അധികം കൊടുക്കാറില്ല, ഇത്തിരി ആയിട്ടേ കൊടുക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഡിന്നറും കൂടി കഴിക്കേണ്ടതല്ലേ, അപ്പോൾ ഇത്രയും കൊടുക്കാറുള്ളൂ. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾക്ക് റാഗിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതും സെയിം ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ, മാമ പപ്പ സായത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെയാണ് ഞാൻ അവർക്കടെ സ്പോട്ട് റാഗി പൗഡറാണ് വാങ്ങിച്ചത്. അതിലേക്ക് പനങ്ങൽക്കണ്ടും നെയ്യ് ഒഴിച്ചിട്ടാണ് കൊടുക്കണത് കേട്ടോ. ഇതൊക്കെയാണ് നിച്ചുവിൻ്റെ ഒരു ഡെയിലി ഫുഡ് റൊട്ടീൻ. അതും ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. റാഗിയും ആൾ നന്നായി തന്നെ കഴിക്കും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, share and like our channel. Okay, bye. See you next video.